നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ശ്രീധര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ആദ്യ 2 ദിവസങ്ങളിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും തുടർന്ന് രാഷ്ട്രപതിയുടെ അഭിസംബോധനയും നടക്കും. പ്രോട്ടേം സ്പീക്കർ മുതൽ ചോദ്യപേപ്പർ ചോർച്ച വരെ ചൂടേറിയ വിഷയങ്ങൾ സഭയിൽ പ്രക്ഷുബ്ധമാകും. BJPയിലെ ഭർതൃഹരി മഫ്താബാണ് പ്രോട്ടേം സ്പീക്കർ. പ്രോട്ടേം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ നിന്നും കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള പ്രതിപക്ഷ MPമാർ മാറിയേക്കും. രാഹുൽ ഗാന്ധിയാണോ പ്രതിപക്ഷ നേതാവെന്ന് ഇന്നറിയാം. 140 കോടി ഇന്ത്യൻ ജനതയെ പ്രതിനിധീകരിക്കുന്ന 543 പേർ. അവർ ഏറെ ബഹുമാന്യരായിട്ടുള്ള ആളുകളാണ്. ജനങ്ങൾ അവരുടെ പ്രതിനിധികളായി ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടു പോക്കിനാവശ്യമായ നിയമനിർമ്മാണം നടത്താൻ തിരഞ്ഞെടുത്ത ആളുകളാണ് ഇന്ന് പാർലമെൻറ്റിലേക്ക് എത്തുക. ലോക്സഭ മാത്രമാണ് ഇന്ന് സമ്മേളിക്കുന്നത്. രാജ്യസഭ 2 ദിവസം കഴിഞ്ഞ് സമ്മേളിക്കൂ. ആദ്യ 2 ദിവസങ്ങളിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും അതിനടുത്ത ദിവസം സ്പീക്കർ തെരഞ്ഞെടുപ്പും. പിന്നീട് രാഷ്ട്രപതി ഇരുസഭകളെയും അഭിസംബോധന ചെയ്യും. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയോടുകൂടി തൽക്കാലത്തേക്ക് ജൂലൈ 3 ലോക്സഭാ സമ്മേളനം അവസാനിക്കും. പിന്നീട് വർഷകാല സമ്മേളനത്തിനായി ചേരും. 16, 17 ലോക്സഭകളിൽ നിന്നും വ്യത്യസ്തമാണ് 18ാം ലോക്സഭ. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ആദ്യ ദിവസങ്ങളിൽ തന്നെ മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് തന്നെ സാക്ഷ്യം വഹിക്കും 18ാം ലോക്സഭ. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.